ക്ലാസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് 8ാം ക്ലാസ്സിലെ ആനുവൽ എക്സാം കേരള പാഠാവലി ക്വസ്റ്റ്യൻ പേപ്പറാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ കൂട്ടുകാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ആനുവൽ എക്സാമുമായി ബന്ധപ്പെട്ട ഒരുപാട് വീഡിയോസ് ഈ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. ഓൺലൈൻ ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന് നിങ്ങൾ യൂട്യൂബിൽ ടൈപ്പ് ചെയ്താൽ നിങ്ങൾക്ക് ലഭിക്കും. അല്ലെങ്കിൽ ഓൺലൈൻ ക്ലാസ് എന്ന ഈ ചാനലിലെ പ്ലേലിസ്റ്റ് ക്ലാസ് 8 ആനുവൽ എക്സാം എന്ന പ്ലേലിസ്റ്റ് ചെക്ക് ചെയ്താൽ ഒരുപാട് വീഡിയോസ് നിങ്ങൾക്ക് കാണാം. പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്വസ്റ്റ്യൻസിനെ പറ്റിയിട്ടുള്ള ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാവും. അതേപോലെ തന്നെ ഒരു 2-3 പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ ഡിസ്കസ് ചെയ്യുകയാണെങ്കിൽ ക്വസ്റ്റ്യൻസ് എങ്ങനെയായിരിക്കും, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസ് ഒക്കെ നിങ്ങൾക്ക് മനസ്സിലാകും. അപ്പോൾ ഒരു പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾ അനലൈസ് വഴി നിങ്ങൾക്ക് ഒരു നഷ്ടവും വരില്ല, നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്രദമാകും. അതുകൊണ്ട് എല്ലാവരും പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പർ അനലൈസ് ചെയ്ത് നോക്കുക. ഓക്കെ, നമുക്ക് അപ്പോൾ ആദ്യത്തെ 15 മിനിറ്റ് സമാശ്വാസ സമയമാണ്. ഈ സമയങ്ങൾ നിങ്ങൾ ചോദ്യങ്ങൾ വായിക്കാനും ഉത്തരങ്ങൾ ക്രമപ്പെടുത്താനും ഉപയോഗിക്കേണ്ടതാണ്. അതേപോലെ തന്നെ ഉത്തരം എഴുതുമ്പോൾ പ്രധാനമായി ശ്രദ്ധിക്കേണ്ടത് സ്കോറാണ്. മാർക്കിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. 1 മാർക്കിൻ്റെ ചോദ്യത്തിനൊക്കെ ഒറ്റ വേർഡിൽ ഉത്തരം എഴുതിയാൽ മതി. അതേപോലെ സമയവും നിങ്ങൾ പരിഗണിക്കണം. ഭാഷകൾ ഭാഷാ പരീക്ഷ, അതായത് മലയാളം ഇംഗ്ലീഷൊക്കെ വരുമ്പോൾ എല്ലാവർക്കും നേരിടുന്ന ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ സമയക്കുറവാണ്. കാരണം നമ്മൾ ഒരുപാട് എഴുതിയിട്ടൊന്നും കാര്യമില്ല. നമ്മൾ പോയിൻറ്റ്സ് വളരെ ചുരുക്കത്തിൽ അതിൻ്റെ മാർക്ക് 6 മാർക്കിൻ്റെ ചോദ്യത്തിന് അതിനനുസരിച്ച് നമ്മൾ എഴുതുക, 4 മാർക്കിന് അതിനനുസരിച്ച്, 2 മാർക്കിന് അതിനനുസരിച്ച് ഉത്തരം എഴുതിയാൽ മതി. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അപ്പോൾ നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. വാർമഴ വില്ലാകും നിൻ മാണിക്യമാലയും പൊൻമിന്നൽ കാഞ്ചിയും കണ്ടേ. മാണിക്യമാല എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്ത്? അപ്പോൾ എന്താണ്? മാണിക്യവും മാലയും, മാണിക്യമാകുന്ന മാല, മാണിക്യം കൊണ്ടുള്ള മാല, മാണിക്യം എന്ന മാല. അപ്പോൾ ഇവിടെ ശരിയായ ഉത്തരം മാണിക്യം കൊണ്ടുള്ള മാല എന്നാണ്. അപ്പോൾ മാണിക്യമാല എന്ന പദത്തിൻ്റെ വിഗ്രഹാർത്ഥം എന്താണ്? മാണിക്യം കൊണ്ടുള്ള മാല. ഇനി രണ്ടാമത്തെ ചോദ്യം നമുക്ക് നോക്കാം. താഴെ നൽകിയിരിക്കുന്നത് ശരിയായി പിരിച്ചെഴുതിയത് എഴുത്. ഒറ്റയൊറ്റ ജനശൂന്യമായ ശാന്തനായി വിറയ്ക്കുന്നതായി. അപ്പോൾ ഇതിൽ ശരിയുത്തരം ഒറ്റയാണ്. ഇപ്പോൾ ജനശൂന്യമായി എന്നെടുക്കാൻ ജനശൂന്യം പ്ലസ് ആയ എന്നാണ് വരിക. ശാന്തനായി എന്ന് പറഞ്ഞാൽ ശാന്തൻ പ്ലസ് ആയി, വിറയ്ക്കുന്നതായി എന്ന് പറഞ്ഞാൽ വിറയ്ക്കുന്നത് പ്ലസ് ആയി. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. വശമായ ശൈലിയിൽ നിന്നെ ജയിപ്പൊരു വിശ്വമനോഹര ഭാഷയുണ്ടോ? ഈ വരികളിൽ സൂചിപ്പിക്കുന്ന ആശയം എന്ത്? ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ മലയാളമാണ്. മലയാളത്താൽ മികച്ച ഭാഷ വേറെയുണ്ട്. മാതൃഭാഷയുടെ മനോഹാരിതയെക്കുറിച്ച് കവിക്ക് ഉറപ്പില്ല. മലയാളത്തെ ജയിക്കുന്നത് വിശ്വമനോഹര ഭാഷയാണ്. അപ്പോൾ ഇതിൽ ഒരു പോസിറ്റീവായിട്ടുള്ള ആൻസർ ഇതാണല്ലേ. ബാക്കിയെല്ലാം എന്താണ്? മലയാളം അത്ര മികച്ച ഭാഷയല്ല എന്നാണ് പറയുന്നത്. ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഭാഷ ഏതാണ്? മലയാളമാണ്. ഉമ്മ വിളമ്പിയ ചോറിനു മുമ്പ് ഞാൻ ചുമ്മാ മുഖം കറുപ്പിച്ചിരുന്നു. വേദത്തിലെ ഒരു വാക്കാണ്. അടിവരയിട്ട പ്രയോഗത്തിൻ്റെ കാവ്യ സന്ദർഭത്തിലെ അർത്ഥം എഴുതുക. അപ്പം മുഖം കറുപ്പിച്ചിരിക്കുക, മുഖം മറിച്ചിരുന്നു, മുഖത്ത് ക്ഷീണമുണ്ടായി, കോപം ഭാവിച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ ശരിയായ മുഖം കറുപ്പിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്? ദേഷ്യപ്പെടുക, കോപം ഭാവിച്ചിരിക്കുക. ഇനി അടുത്ത ചോദ്യം നോക്കാം. പാർത്തിരിയാതെ പറന്നു പോമി കാറ്റത്തെന്നുൾക്കാമ്പിൽ ലോർത്തൊരു തുരപ്പിനുള്ളിൽ ഒളിച്ച് അന്യോന്യം കോർത്ത് കൈകൾ പിടിച്ചതും സാന്ദ്ര സൗഹൃദം എന്ന കവിതയിലെ വരികളാണ്. ഈ കാവ്യ സന്ദർഭത്തിന് ഏറ്റവും യോജിക്കുന്ന പഴഞ്ചൊല്ലി ഏത്? ഒരു കലം ചോറിന് ഒരു വറ്റ്, ഒരു ഉറക്കം കൊണ്ട് നേരം വെളുക്കുകയില്ല, ഒരു പടി അഴച്ചാൽ 9 പടി തുറക്കും, ഒന്നിച്ചു നിന്നാൽ മലയ്ക്കും സമം. അതാണ് ഒന്നിച്ചു നിന്നാൽ മലയ്ക്കും സമം. കോർത്ത് കൈകൾ പിടിച്ചെന്ന് പറഞ്ഞാൽ ഒന്നിച്ചു നിന്നാണ് അവർ എല്ലാ കാര്യങ്ങളും ചെയ്തിരുന്നത്. അപ്പോൾ ഇനി അടുത്തത് 6 മുതൽ 8 വരെയുള്ള ചോദ്യങ്ങളിൽ 2 എണ്ണത്തിന് 2-3 വാക്യങ്ങളിൽ ഉത്തരം എഴുതുക. 2 സ്കോർ വീതമാണുള്ളത്. ഇവിടെ ആദ്യത്തെ ചോദ്യം എന്താണ്? അടുക്കള മാത്രം ഭൂലോകമായി കഴിയുന്ന അന്നത്തെ ഗൃഹനായികമാർ മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറോട് കൂടിയാണ് ഉറക്കത്തിലേക്ക് ചായുന്നത്. വഴിയാത്ര. ഈ വാക്യത്തിൽ തെളിയുന്ന അക്കാലത്തെ സാമൂഹിക അവസ്ഥ കണ്ടെത്തി ഉത്തരം എഴുതുക. അതായത് അടുക്കള മാത്രം ഭൂലോകമായി കഴിയുന്ന ആദ്യത്തെ സെൻറ്റൻസിൽ എന്നാണ്? അടുക്കളയിൽ തളയ്ക്കപ്പെടുന്ന സ്ത്രീകളുടെ അവസ്ഥയെക്കുറിച്ചാണ് വിവരിക്കുന്നത്. അടുക്കളയിൽ തളയ്ക്കപ്പെടുന്ന സ്ത്രീകളെക്കുറിച്ചാണ് ഈ വരികളിൽ വ്യക്തമാകുന്നത്. മിക്ക ദിവസങ്ങളിലും ഒഴിഞ്ഞ വയറോട്, അതിലൂടെ എന്താണ് വ്യക്തമാകുന്നത്? ഒഴിഞ്ഞ വയറെന്ന് പറഞ്ഞിട്ട് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? വിശപ്പ് അല്ലേ? വിശപ്പ് മാറാതെയാണ് അവർ കിടക്കുന്നത് എന്നാണ്. വിശപ്പ് മാറാതെയാണ് അവർ ഉറക്കത്തിലേക്ക്
ചായുന്നത് എന്നതിൻ്റെ അർത്ഥം എന്താണ്? വിശപ്പും ദാരിദ്ര്യവും കൂടുതൽ അനുഭവിക്കേണ്ടി വരുന്നത് അവർക്കായിരുന്നു എന്നാണ്. അപ്പോൾ നമുക്കിതൊന്ന് വിശദമായിട്ടൊന്ന് പറയാം. ഒരു കാലഘട്ടത്തിൽ കേരളത്തിൽ നിലനിന്നിരുന്ന സ്ത്രീകളുടെ ദയനീയ ജീവിതമാണ് ഈ വരികളിലൂടെ വെളിപ്പെടുന്നത്. ലോകത്തെക്കുറിച്ച് യാതൊരു ധാരണയും ഇല്ലാതെ അടുക്കള കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചു കഴിയുന്നവരായിരുന്നു അന്നത്തെ വീട്ടമ്മമാർ. കൂടാതെ വീട്ടുകാർക്കും വഴിയാത്രക്കാർക്കുമായി അടുക്കളയിൽ ധാരാളം ഭക്ഷണം ഉണ്ടാക്കുമെങ്കിലും മിക്ക ദിവസങ്ങളിലും അവർ പട്ടിണിയിലായിരിക്കും. ഇക്കാര്യം ശ്രദ്ധിക്കാനോ അവരെ വേണ്ട പോലെ പരിഗണിക്കാനോ കുടുംബത്തിലുള്ള ഉത്തരവാദിത്തപ്പെട്ടവർ ശ്രദ്ധിച്ചിരുന്നില്ല. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അർത്ഥവ്യത്യാസം വരാതെ 2 വാക്യമാണ്. ഇത് വളരെ ഈസി ആയിട്ടുള്ള ക്വസ്റ്റ്യനാണ്. എല്ലാ ചോദ്യ പേപ്പറിലും ഇത് ഉണ്ടാവാറുണ്ട്. മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണെന്ന ചിന്ത ബൈബിളിലുണ്ട്. അപ്പോൾ ഇത് നമുക്ക് 2 വാക്കായിട്ട് നമുക്ക് പിരിച്ചെഴുതാം. ഓക്കെ, മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് അജ്ഞാതമാണ് എന്ന ചിന്ത ബൈബിളിലുണ്ട്. ഓക്കെ, എന്ന ചിന്ത ബൈബിളിലുണ്ട്. ഇപ്പോൾ അജ്ഞാതമാണ് ഇവിടെ വളരെ വ്യക്തമാണ്. ഈ അജ്ഞാതമാണ് എന്നത് നമ്മളൊന്ന് പിരിച്ചെഴുതിയാൽ മതി. അജ്ഞാതമാണെന്നത് എന്ന് നമ്മൾ പിരിച്ചെഴുതുമ്പോൾ എങ്ങനെയായിരിക്കും? അജ്ഞാതമാണ് പ്ലസ് എന്ന് എന്നല്ലേ വരിക. അപ്പോൾ നമ്മുടെ അജ്ഞാതമാണ് എന്നുള്ളിടത്ത് ഒരു ഫുൾ സ്റ്റോപ്പ് ഇടാം. എന്ന ചിന്ത ഈ ബൈബിളിലുണ്ട്. വളരെ എളുപ്പമാണ്. 2 മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുന്നത്. ഇനി അടുത്തത് മേഘങ്ങളുടെ വരവും പോക്കും മനുഷ്യബോധത്തിന് ഇനി അടുത്തത് സുപ്രഭാതത്തിൽ ലങ്ക കോകില ഗാനങ്ങളിൽ കേൾപ്പൂ ഞാൻ നീ താരാട്ട് തേനൊലി സംഗീതങ്ങൾ കവിതയോട്. കോകില ഗാനങ്ങളുടെ എന്തെല്ലാം സവിശേഷതകളാണ് ഈ വരികളിലുള്ളത് കണ്ടെത്തി എഴുതുക. ഓക്കെ, കോകില ഗാനങ്ങൾ താരാട്ടിൻ്റെ തേനൊലി സംഗീതമാകുന്നു. അപ്പോൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട് കോകില ഗാനങ്ങളിൽ കേൾപ്പൂ ഞാൻ നീ തേനൊലി സംഗീതങ്ങൾ. അപ്പോൾ ആ ചോദ്യത്തിൽ തന്നെ ഉണ്ട് ഉത്തരം. എന്താണ്? കോകില ഗാനങ്ങൾ താരാട്ടിൻ്റെ തേനൊലി സംഗീതമായി മാറുന്നു. പിന്നെന്താ പറയുന്നത്? സുപ്രഭാതത്തിൽ അലങ്കാരമാകുന്നു അല്ലേ? സുപ്രഭാതത്തിന് അലങ്കാരമായി മാറുന്നു. അതേപോലെ കോകില ഗാനങ്ങൾ താരാട്ടിൻ്റെ തേനൊലി സംഗീതമായി മാറുന്നു. എങ്ങനെയാണ് എഴുതേണ്ടത്? കോകില ഗാനങ്ങൾ എങ്ങനെയൊക്കെയാണ് കവിക്കിതായി തോന്നുന്നത്? താരാട്ടിൻ്റെ തേനൊലി സംഗീതമായി മാറുന്നു, സുപ്രഭാതത്തിന് അലങ്കാരമായി മാറുന്നു. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 6 മുതൽ 14 വരെയുള്ള ചോദ്യങ്ങൾക്ക് 5 എണ്ണത്തിൽ അരപ്പുറത്തിൽ കവിയാതെ ഉത്തരം എഴുതണം. അപ്പോൾ നിങ്ങളത് ശ്രദ്ധിക്കുക. 4 മാർക്കിനാണ് ചോദ്യങ്ങൾ. നിങ്ങൾ ചിന്തിക്കുന്നതും പറയുന്നതും പ്രവർത്തിക്കുന്നതും ഒരുപോലെ ആകുമ്പോഴാണ് നിങ്ങൾ യഥാർത്ഥത്തിൽ സന്തുഷ്ടനാകുന്നത്. അഹിംസ ഭീരുവിൻ്റെ ആയുധമല്ല, ധീരൻ്റേതാണ്. ഗാന്ധിജിയുടെ ഈ നിരീക്ഷണങ്ങളും എൻ്റെ ഗുരുനാഥൻ എന്ന കവിതയിൽ ആശയം വിശകലനം ചെയ്ത് ഗാന്ധിജി ലോകത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഗാന്ധിജി ലോകത്തിൻ്റെ വഴികാട്ടി എന്ന വിഷയത്തിൽ കുറിപ്പ് തയ്യാറാക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമുക്കൊന്ന് എഴുതി നോക്കിയാലോ. ഗാന്ധിജിയെക്കുറിച്ച് രചിക്കപ്പെട്ടിട്ടുള്ള കവിതകളിൽ പ്രമുഖ സ്ഥാനത്ത് നിൽക്കുന്ന കവിതയാണ് എൻ്റെ ഗുരുനാഥൻ. ഗാന്ധിജിക്ക് ലോകം മുഴുവൻ സ്വന്തം തറവാടാണ്. ചെടികളും പുല്ലുകളും പുഴുക്കളുമെല്ലാം അദ്ദേഹത്തിന് സ്വന്തം കുടുംബക്കാരാണ്. ത്യാഗമാണ്, ത്യജിക്കുന്നതാണ് അദ്ദേഹം നേട്ടമായി കാണുന്നത്. ആയുധമില്ലാതെ ധർമ്മയുദ്ധം നടത്തുന്നവനാണ് ഗാന്ധിജി. പുസ്തകങ്ങളില്ലാതെ അറിവ് പകരുന്നവനും ഔഷധമില്ലാതെ രോഗം ശമിപ്പിക്കുന്നവനുമാണ്. അഹിംസയാണ് ആ മഹാത്മാവിൻ്റെ വ്രതം. ശാന്തിയാണ് പരദേവത. ക്രിസ്തുദേവൻ്റെ പരിത്യാഗശീലം, ധർമ്മരക്ഷാത്രം, കൃഷ്ണ ഭഗവാൻ നടത്തിയിട്ടുള്ള ഉപായങ്ങൾ, ബുദ്ധൻ്റെ അഹിംസ, ശങ്കരാചാര്യരുടെ ബുദ്ധിശക്തി, രന്തിദേവൻ്റെ ദയാവായ്പ്, ഹരിശ്ചന്ദ്രൻ്റെ സത്യം, മുഹമ്മദ് നബിയുടെ സ്ഥൈര്യം, ഇതൊക്കെ ഒരാളിൽ ഒത്തുചേർന്ന് നിൽക്കുന്നത് കാണണമെങ്കിൽ ഭവാന്മാർ മഹാത്മാഗാന്ധിയുടെ സമീപം ചെല്ലുക എന്നാണ് കവി പറയുന്നത്. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. പൂത്ത ചെമ്പകത്തെ പോൽ നിവർന്നും കടഞ്ഞെടുത്തതും പോലും ഉടമ്പാർന്നും ചിരിച്ച 3 കൂട്ടി പൂത്ത വെള്ളില പോലെ അരികത്തവൾ നിന്ന നാളുകൾ ഞാൻ ഓർക്കുന്നു. പെരുന്തച്ചൻ. ജ്ഞാനിയുടെ സൗന്ദര്യം കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? വിവരിക്കുക. അപ്പോൾ ജ്ഞാനിയുടെ സൗന്ദര്യമാണ് ഇവിടെ അവതരിപ്പിക്കേണ്ടത്. കരിഞ്ഞ വെറ്റിലത്തുണ്ടും കൊട്ടപ്പാക്കും ചുണ്ണാമ്പും പുകയില നെട്ടും തപ്പിക്കൊണ്ട് ഉമ്മറപ്പടി വെടിവെച്ചാൽ പോലും കേൾക്കാത്ത ചെവിയോടെ ഭാര്യ ജ്ഞാനി കൂനിക്കൂടിയിരിക്കുന്നു. കാലം അവളിലും വാർദ്ധക്യത്തിൻ്റെ അടയാളങ്ങൾ നൽകി. പൂവിട്ട ചെമ്പകത്തെ പോലെ. അപ്പോൾ നമുക്ക് ആദ്യം ഇത് എഴുതിയാൽ മതി നിങ്ങൾ. എന്നിട്ട് പൂവിട്ട ചെമ്പകത്തെ പോലെ നിവർന്ന് കടഞ്ഞെടുത്തത് പോലുള്ള ശരീരത്തോടു കൂടിയവളായ ജ്ഞാനി ചിരിച്ച് 3 കൂട്ടി പൂത്ത വെള്ളിലെ പോലെ അരികത്ത് നിന്ന് ആ പഴയ കാലം പെരുന്തച്ചൻ ഓർക്കുന്നു. അപ്പോൾ അങ്ങനെയാണ് ജ്ഞാനിയുടെ സൗന്ദര്യത്തെ പെരുന്തച്ചൻ
പ്രകീർത്തിച്ചിരിക്കുന്നത്. എങ്ങനെയാണ്? പൂവിട്ട ചെമ്പകത്തെ പോലെ നിവർന്ന് കടഞ്ഞെടുത്തതുപോലെയുള്ള ശരീരത്തെ, അതായത് നിവർന്ന് നിൽക്കുന്ന ആൾ. ഇന്നിപ്പോൾ എന്താ അവസ്ഥ? ഇന്ന് കൂനിക്കൂടിയിരിക്കുകയാണ്. അപ്പോൾ ആദ്യം ജ്ഞാനിയുടെ യൗവനാവസ്ഥയിൽ എങ്ങനെയായിരുന്നു? പൂവിട്ട ചെമ്പകത്തെ പോലെ നിവർന്നതും അതേപോലെ കടഞ്ഞെടുത്തതുമായ ശരീരത്തോട് കൂടിയവളുമായ ജ്ഞാനി ഇന്നെന്താണ്? ചിരിച്ചു മൂന്നും കൂട്ടി പൂത്ത വെള്ളിൽ പോലെ അരികത്ത് നിന്ന് ആ പഴയ കാലമാണ് പെരുന്തച്ചി ഇവിടെ വർണ്ണിക്കുന്നത്. ഇപ്പോൾ എന്താണ് അവസ്ഥ? കരിഞ്ഞ വെറ്റില തൊണ്ട് കൊട്ടപ്പാക്കും ചുണ്ണാമ്പും പുകലിനെട്ടും തപ്പിക്കൊണ്ട് ഉമ്മറപ്പടി വെടിവെച്ചാൽ പോലും കേൾക്കാത്ത ചെവിയോടെ ഭാര്യ ഞാൻ കൂനിക്കൂടിയിരിക്കുന്നു. അപ്പോൾ പണ്ട് നിവർന്നിരുന്ന ആൾ ഇന്ന് കൂനിക്കൂടിയിരിക്കുകയാണ്. അതേപോലെ ഇന്ന് ചെവിയൊന്നും കേൾക്കില്ല. ഓക്കെ, ഒന്ന് ഉയരാൻ കഴിഞ്ഞെങ്കിൽ നിരങ്ങി വാതിൽ വരെ എത്താമായിരുന്നു. കിഴനായ തനിക്ക് അപ്പം ഇത്ര എഴുതിയാൽ മതി, ഇത്ര മാത്രം നിങ്ങൾ എഴുതിയാൽ മതി. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. ജ്ഞാനിയുടെ സൗന്ദര്യം കവി അവതരിപ്പിച്ചിരിക്കുന്നത് എങ്ങനെ? ഇനി നമുക്ക് അടുത്ത് നോക്കാം. എത്ര നാളമ്മേ നിന്നെ തിരഞ്ഞു കൊണ്ടീ വിധം ഹൃത്തടം കരിഞ്ഞു ഞാൻ കേണുകേണലയണ്ടു. കവി ഇപ്രകാരം നിരാശനായി വിലപിക്കുന്നത് എന്തുകൊണ്ടായിരിക്കാം? തന്നിരിക്കുന്ന വരികളും കവിതയും വിശകലനം ചെയ്ത് കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞിരിക്കുന്നത്? എത്ര നാളായി ഞാൻ അലഞ്ഞു നിൽക്കുന്നു. അപ്പോൾ എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പ്രകൃതി മാതാവിനെ തിരയുകയാണ് കുട്ടി, അല്ലേ? പ്രകൃതി മാതാവിനെ തിരഞ്ഞ് അലയുന്ന കുട്ടി. മാതാവിനെ നേരിൽ കാണാത്തതിനുള്ള സങ്കടവും നിരാശയുമാണ് ഈ വരികളിൽ പ്രകടമാകുന്നത്. ഓക്കെ, പ്രകൃതി മാതാവിനെ തിരഞ്ഞ് അലയുന്ന കുട്ടിയുടെ ഒരു നേർക്കാഴ്ചയാണ് ഈ വരികളിൽ കാണുന്നത്. മാതാവിനെ നേരിൽ കാണാത്തതിലുള്ള സങ്കടവും നിരാശയും ഇതിൽ പ്രകടമാകുന്നു. പിന്നെ അതേപോലെ തന്നെ സൂര്യൻ്റെ ഉദയവും സൂര്യൻ്റെ അസ്തമയവും കാൽപ്പാടുകളായി ചിത്രീകരിച്ചിരുന്നു. ആകാശമാകുന്ന തട്ടിൻപുറത്ത് വരെ അന്വേഷിച്ചു നിൽക്കുന്നു. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു കവിതയുടെ ആശയം. എന്താണ്? പ്രകൃതി മാതാവിനെ അലഞ്ഞു തിരിയുന്ന കുട്ടിയെയാണ് ഇവിടെ ചിത്രീകരിച്ചിരിക്കുന്നത്. പിന്നെയോ മാതാവിനെ നേരിൽ കാണാത്തതിനുള്ള സങ്കടവും അതേപോലെ തന്നെ വിഷമവും നിരാശയും ആ വരികളിൽ പ്രകടമാണ്. ഓക്കെ, അതേപോലെ തന്നെ സൂര്യൻ്റെ ഉദയവും അസ്തമയവും കാൽപ്പാടുകളായിട്ടാണ് ചിത്രീകരിച്ചിരിക്കുന്നത്. ആകാശമാകുന്ന തട്ടിൻപുറത്ത് വരെ അന്വേഷിച്ച് നിൽക്കുന്നു. ഓക്കെ, ചെല്ലുന്നു. ഇനി അടുത്തത് കേരള തൂമൊഴി ഒന്ന് കേട്ടാൽ മതി. കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. വെണ്ണിക്കുളത്തിൻ്റെ വരികളാണിത്. ജനിക്കുന്ന നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം, അതിനായി ഭാര്യതൻ പേര ഇംഗ്ലണ്ടിൽ തന്നെ ആക്കി ഞാൻ കുഞ്ഞുണ്ണി. അപ്പോൾ രണ്ട് വരികൾ നിങ്ങൾ വായിച്ചാൽ കുഞ്ഞുണ്ണി മാഷയുടെ ഒരു ആക്ഷേപഹാസ്യം നമുക്കതിൽ കാണാം. കുഞ്ഞുണ്ണി മാഷ് ആക്ഷേപിച്ചിരിക്കുകയാണ്. എന്താണ് ആദ്യത്തെ വരി? എന്താണ്? കേരള തൂമൊഴി എന്ന് കേട്ടാൽ മതി. കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. അതായത് മാതൃഭാഷയെക്കുറിച്ച് അഭിമാനിക്കുന്ന കവികളാണ് ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ ആദ്യത്തെ വരിയിൽ എന്താണ് പറയുന്നത്? നിങ്ങളിത് ഓരോ സെൻറ്റൻസ് വായിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് ഇതിന് ആൻസർ കിട്ടും. മലയാള ഭാഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ കോരിത്തരിപ്പുണ്ടാകുന്നു എന്നാണ് പറയുന്നത്. കേരള തൂമൊഴി എന്ന് കേട്ടാൽ മതി. കോരിത്തരിപ്പിൻ്റെ കൊയ്ത്തുകാലം. മലയാള ഭാഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ പോലും കോരിത്തരിപ്പ് ഉണ്ടാകുന്നു എന്നാണ് വെണ്ണിക്കുളത്തിൻ്റെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലായി. എന്നാൽ ഇവിടെ കുഞ്ഞുണ്ണി മാഷിൻ്റെ വരികളിലെ അർത്ഥം എന്താണ്? ഇവിടെ ഒരു ആക്ഷേപഹാസ്യമാണല്ലോ, ഒരു പരിഹാസമാണ് നമുക്ക് കാണുന്നത്. ജനിക്കുന്ന നിമിഷം തൊട്ടൻ മകൻ ഇംഗ്ലീഷ് പഠിക്കണം. ജനിക്കുന്ന നിമിഷം മുതൽ മകൻ എന്ത് പഠിക്കണം? ഇംഗ്ലീഷ് പഠിക്കണം. അതിനാ ഭാര്യതൻ പേർ ഇംഗ്ലണ്ടിൽ തന്നെ ആക്കിയത്. അതുകൊണ്ട് ഭാര്യ ഇംഗ്ലണ്ടിൽ തന്നെ പ്രസവിച്ചോട്ടെ, നല്ലുള്ളൂ ജനിക്കുമ്പം തന്നെ ഇംഗ്ലീഷ് പറയുക എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു പരിഹാസം നിറഞ്ഞ വാക്കുകളാണ്. അപ്പോൾ ഇംഗ്ലീഷ് ഭാഷയെ ഓമനിക്കുന്ന മലയാളികളുടെ സംസ്കാരത്തിൻ്റെ പൊങ്ങച്ചമാണ് ഇവിടെ കാണിക്കുന്നത്. അമ്മ ഭാഷയെ മറക്കുന്ന മലയാളിയുടെ മനോഭാവത്തെ നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുകയാണ് കുഞ്ഞുണ്ണി മാഷ്. അപ്പോൾ മലയാള ഭാഷയെക്കുറിച്ച് കേൾക്കുമ്പോൾ കോരിത്തരിപ്പുണ്ടാകും എന്നാണ് വെണ്ണിക്കുളത്തിൻ്റെ വരികളിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത്. അതേപോലെ തന്നെ കുഞ്ഞുണ്ണി മാഷിൻ്റെ പരിഹാസം നിറഞ്ഞ വാക്കുകളാണ് ഈ വരികളിൽ പ്രതിഫലിക്കുന്നത്. ഇംഗ്ലീഷ് ഭാഷയെ പുൽകാനുള്ള മലയാളികളുടെ പൊങ്ങച്ച സംസ്കാരം ഇവിടെ സൂചിപ്പിക്കുന്നു. അമ്മ ഭാഷയെ മറക്കുന്ന മലയാളികളുടെ മനോഭാവത്തെക്കുറിച്ചും നർമ്മത്തിൽ ചാലിച്ച് അവതരിപ്പിക്കുന്നു. ഓക്കെ, എത്രയും എഴുതിയാൽ മതി. ഇനി നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 1000 മണിയുടെ നാക്കടക്കാം ഒറ്റ വായിലെ നാവാർക്കാനും
കെട്ടിടുവാൻ കഴിയുമോ? പെരുന്തച്ഛൻ്റെ വരികളാണല്ലേ. എന്താണ് ഇതിലെന്താണ് പറയുന്നത്? അസൂയ മകനെ കൊന്ന പിതാവ് എന്ന കുറ്റാരോപണത്തിൽ ഹൃദയം തകർന്ന പെരുന്തച്ഛൻ്റെ പ്രതികരണമാണിത്. ഈ വാക്കുകളിൽ തെളിയുന്ന സാമൂഹിക വിമർശനം കണ്ടെത്തി കുറിപ്പ് തയ്യാറാക്കുക. അപ്പോൾ ഇവിടെ എന്താണ് പറയുന്നത്? 1000 മണിയുടെ നാവ് അടക്കാം, എന്നാലും ഒറ്റ വായിലെ നാക്കടക്കാൻ കഴിയില്ല എന്നാണ് ഇവിടെ പറയുന്നത്. അതായത് അപവാദ പ്രചരണങ്ങളാണ് പെരുന്തച്ഛനെ തളർത്തിയത് അല്ലേ. അസൂയ മൂലം തന്നെക്കാൾ മികച്ച ശില്പങ്ങൾ മകനുണ്ടാക്കുന്നു, അപ്പോൾ മകനോടുള്ള അസൂയ മൂലം മകനെ കൊന്നു എന്നാണ് ആളുകൾ പ്രചരിപ്പിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ സമൂഹത്തിൽ സ്ഥിരമായി നടക്കുന്ന സംഭവമാണ്. എന്ത്? അപവാദ പ്രചരണം. അതിനെക്കുറിച്ചാണ് ഇവിടെ പെരുന്തച്ഛൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് അതൊന്ന് വിശദമായിട്ട് എഴുതാം. ക്ഷേത്രത്തിൻ്റെ കെങ്കൊടി മരത്തിന് മുകളിൽ മകൻ സ്ഥാപിച്ച ഗരുഡ വിഗ്രഹം കണ്ടാൽ പറന്നു പറ്റിയ ഗരുഡൻ ഇരുപുറപ്പിക്കാനായി ചിറകുകൾ ചലിപ്പിക്കുന്നതായി തോന്നും. ഇത് കണ്ടിട്ട് പെരുന്തച്ഛൻ അസൂയാലുവായി എന്ന് ജനം പറഞ്ഞത് അദ്ദേഹം നൽകുന്ന മറുപടിയാണിത്. മനുഷ്യരെ പോലെ മണികൾക്കും നാവുണ്ട്, രണ്ടും ശബ്ദം ഉണ്ടാക്കുന്നതാണ്. മണിയുടെ നാക്കിനെ തടഞ്ഞ് ശബ്ദം നിരോധിക്കാം. 1000 മണിയുടെ നാക്ക് വേണമെങ്കിലും നിശബ്ദമാക്കാം. പക്ഷേ മനുഷ്യൻ്റെ നാവിനെ തടയുവാൻ ആർക്കും കഴിയുകയില്ല. അപവാദം പറയുക മനുഷ്യൻ്റെ വാസനയാണ്. അത് കേൾക്കാനും പറയാനും താല്പര്യവുമാണ്. അതിനെ തടയാൻ ആർക്കുമാവില്ല എന്ന ധ്വനി 1000 മണിയുടെ നാവിനേക്കാൾ മനുഷ്യൻ്റെ നാവിന് ശക്തി ഉണ്ടെന്നും മനുഷ്യ ജീവിതം താക്കാൻ അത് മതിയെന്നുമാണ് സാരം. അപ്പോൾ ഇതിൽ നിന്ന് മനസ്സിലായാൽ അപവാദ പ്രചരണങ്ങൾ ഇന്നും സമൂഹത്തിൽ സ്ഥിരമായി നടക്കുന്നു. 1000 മണിയുടെ ശബ്ദം നമുക്ക് എങ്ങനെയെങ്കിലും തടുത്തു നിർത്താം, എന്നാൽ ഒരു മനുഷ്യൻ്റെ നാവിൽ വരുന്ന അപവാദ പ്രചരണങ്ങൾ നമുക്ക് തടുത്തു നിർത്താൻ കഴിയില്ല. അത് കേൾക്കാനും ആ വാർത്ത പ്രചരിപ്പിക്കാനും എല്ലാ മനുഷ്യർക്കും നല്ല ഇഷ്ടമാണല്ലോ. എല്ലാ മനുഷ്യരും അതിന് തൽപരരാണ്. അതുകൊണ്ട് 1000 മണിയുടെ നാവിനേക്കാൾ മനുഷ്യൻ്റെ നാവിന് ശക്തിയുണ്ട് എന്നാണ് പെരുന്തച്ഛൻ പറഞ്ഞത്. ഈ വാക്കുകളോടെ നമുക്ക് മനസ്സിലാവുന്നത്. ഓക്കെ, വെള്ളക്കടലാസായി മുഷിയുന്നു പേന കോട്ടുവായിടുന്നു കഷ്ടം കവിത വരുന്നില്ല കളിയച്ചൻ ജനിക്കുന്നു. ഇത്തരം പ്രയോഗങ്ങൾ പി കുഞ്ഞിരാമൻ നായരുടെ അപ്പോഴത്തെ മാനസികാവസ്ഥ അവതരിപ്പിക്കുന്നതിന് എത്രമാത്രം പര്യാപ്തമാണ്? നിങ്ങളുടെ അഭിപ്രായം എഴുതാനാണ് പറഞ്ഞത്. അപ്പോൾ ഈ ഒരു കവിത നമുക്ക് വായിക്കുമ്പോൾ തന്നെ നമുക്ക് അതിൽ നിന്ന് എന്താണെന്ന് മനസ്സിലാവുന്നുണ്ടല്ലേ. എന്താണ് പറയുന്നത്? ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണ്? വെള്ളക്കടലാസ് ഇരുന്ന് മുഷിയുന്നു. വെള്ളക്കടലാസ് ഇരുന്ന് മുഷിയാണ്. അതേപോലെ തന്നെ പേന കോട്ടുവായി ഇടുന്നു. ഇപ്പോൾ നമ്മൾ എപ്പോഴാണ് കോട്ടുവായി ഇടുന്നത്? നമുക്കൊന്നും ചെയ്യാനില്ലാത്തപ്പോഴാണ് നമ്മൾ കോട്ടുവായി ഇടുന്നത്. അതേ സ്ഥിതി തന്നെയാണ് ഇവിടെ കവിക്കും വന്നത്. കവിക്ക് എന്താണ് വന്നത്? കവിക്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കവിത എഴുതാൻ പറ്റിയ സാഹചര്യമില്ല. കവിത എഴുതാൻ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളെയാണ് ഇവിടെ അവതരിപ്പിക്കുന്നത്. കവിത എഴുതാൻ പ്രയാസപ്പെടുന്ന സന്ദർഭങ്ങളെ അവതരിപ്പിക്കുകയാണ് അതിലൂടെയാണ്. അതായത് വെള്ളക്കടലാസ് മുഷിയുന്നു പേന കോട്ടുവായി ഇടുന്നു എന്ന് പറയുന്നത് എന്താണ്? വാക്കുകൾ കിട്ടുന്നില്ല. മെഴുകുതിരി കത്തി തീർന്ന് കവിക്ക് വാക്കുകൾ കിട്ടാതായി. തൻ്റെ ആയുധമായ പേനയും കടലാസും വിശ്വമഹാകവിയായ പ്രകൃതിക്കും പാരമ്പര്യത്തെയും മുന്നിൽ വെച്ച് കവി കേഴുകയാണ്. അപ്പോൾ കവി എഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ കവി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. ഓക്കെ, നമുക്ക് എന്തൊക്കെ പോയിന്റ് എഴുതാം? കവിത എഴുത്തിൻ്റെ പശ്ചാത്തലത്തിൽ കവി അനുഭവിച്ച മാനസിക സംഘർഷങ്ങളെ സൂചിപ്പിക്കുന്നു. കവിത എഴുതാൻ പ്രയാസപ്പെടുത്തുന്ന സന്ദർഭങ്ങളെ അവതരിപ്പിക്കുന്നു. മെഴുകുതിരി കത്തിത്തീർന്നു എന്നത് പറയുന്നത് കവിക്ക് വാക്കുകൾ കിട്ടാതായി എന്നുള്ള സൂചനയാണ്. തൻ്റെ ആയുധമായ പേനയും കടലാസും വിശ്വമഹാകവിയായ പ്രകൃതിക്കും പാരമ്പര്യത്തെയും മുന്നിൽ വെച്ച് കവി കേഴുകയാണ് എന്നൊക്കെ പോയിന്റ്സ് നമുക്ക് എഴുതാം. ഇനി അടുത്തത് നോക്കുക. 6 മാർക്കിൻ്റെ 2 ചോദ്യമാണ്. ഏതെന്നറിഞ്ഞാൽ മറ്റെല്ലാം അറിയാം, ആ വേദം വിശപ്പെന്നറിഞ്ഞുകൊണ്ടാൽ പൈക്കുന്ന പള്ളയ്ക്ക് ഇര തേടി വാടുന്ന പാവത്തിൻ കാണാൻ പഠിച്ചവനെ. വേദം എന്ന കവിതയിലെ വരികളാണ്. എല്ലാം അമ്മയിൽ നിന്ന് പഠിച്ച് ജീവിതത്തിൻ്റെ നേർവഴിയിലൂടെ നടന്നു ഭൂമിയുടെ സ്വപ്നം എന്നതിലെ വരികളാണ്. ഇവിടെ ചോദ്യം ഇതാണ്. 2 താരതമ്യപ്പെടുത്തി എഴുതാനാണ് നമ്മളോട് പറയുന്നത്.
ഇനി അടുത്ത ചോദ്യം നോക്കാം. നിങ്ങളെല്ലാം ഇന്ന് കാണുന്ന ഈ ജീവിതം സുയോധന അന്നെനിക്ക് ദാനമായി നൽകിയ ജീവിതമാണ്. ബന്ധം കൊണ്ടും ലോപം കൊണ്ടും ഭയം കൊണ്ടും ഇതൊന്നുകൊണ്ടും ഈ മാർഗത്തിൽ നിന്ന് കർണന് ഇനി പിന്മാറ്റമില്ല. ധർമ്മിഷ്ഠനായ രാധയെ മുകളിൽ നൽകിയ സൂചനകളും പാഠഭാഗങ്ങളും വിശകലനം ചെയ്ത് കർണൻ എന്ന കഥാപാത്ര നിരൂപണം തയ്യാറാക്കുക. മഹാഭാരതത്തിലെ മഹത്തായ കഥാപാത്രങ്ങളിൽ ഒരാളാണ് കർണൻ. ഏത് പ്രതിസന്ധിയിലും ധൈര്യം, ഇച്ഛാശക്തിയും കൈമുതലായുള്ള വ്യക്തി. തനിക്ക് വാഗ്ദാനം നൽകിയ രാജപദവിയും അധികാരങ്ങളും തള്ളിക്കളഞ്ഞ് ദുര്യോധനനോടൊപ്പം നിന്ന കർണൻ പാണ്ഡവർക്ക് ജ്യേഷ്ഠസ്ഥാനീയനാണ്. ഈ ലോകം മുഴുവൻ കിട്ടിയാലും നന്ദികേട് കാണിക്കില്ല എന്ന് പറയാൻ കർണന് മാത്രമേ കഴിയൂ. നന്ദികേട് ആത്മഹത്യയ്ക്ക് തുല്യമാണെന്ന് വിശ്വസിക്കുന്ന കർണൻ്റെ മൂല്യബോധവും ആദർശനിഷ്ഠയുമാണ് ഇവിടെ വ്യക്തമാകുന്നത്. ആപത്തി തുണയായ സുഹൃത്തായ ദുര്യോധനനെ നടുക്കടലിൽ ഉപേക്ഷിക്കുന്നതിലും വലിയ നന്ദികേടില്ല എന്ന ബോധ്യം കർണനുണ്ട്. ബഹുമാനാദരങ്ങൾക്കും ഭൗതിക സുഖങ്ങൾക്കും കർണനെ സ്വാധീനിക്കാൻ കഴിഞ്ഞില്ല. ശ്രീകൃഷ്ണൻ്റെ വാഗ്ദാനങ്ങളിലെ ആത്മബലവും ഇച്ഛാശക്തിയും കൊണ്ട് മറികടന്ന തികഞ്ഞ പോരാളിയാണ് കർണൻ.